എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകളിൽ ഏറ്റവും ഭക്തി നിർഭരവും ഒപ്പം സാഹസികവുമായ ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. കാളിയമർദ്ദനം. യമുനാ നദിയിലെ വിഷം വമിച്ച് താമരപ്പൊയ്കകൾ കരിഞ്ഞുപോയ കാലം. കാളിയൻ എന്ന സർപ്പരാജാവിന്റെ വിഷാഗ്നിയിൽപ്പെട്ട് യമുനയിലെ ജലം വിഷമയമായി മാറുകയും അവിടുത്തെ പക്ഷികളും സസ്യജാലങ്ങളും നശിക്കുകയും ചെയ്തു. ഗോപബാലന്മാരെയും ഗോക്കളെയും രക്ഷിക്കാൻ വേണ്ടി കുഞ്ഞു ബാലനായ കൃഷ്ണൻ കാളിയന്റെ മസ്തകത്തിൽ നൃത്തം ചവിട്ടി അവന്റെ അഹങ്കാരം ശമിപ്പിച്ച കഥയാണിത്. അധർമ്മത്തിന്മേൽ ധർമ്മം നേടുന്ന വിജയത്തിന്റെ പ്രതീകം കൂടിയാണ് ഈ കഥ. ഭഗവാന്റെ പാദസ്പർശമേറ്റ് കാളിയന്റെ അഹങ്കാരം അലിങ്ങില്ലാതാവുന്ന ആ നിമിഷങ്ങളിലേക്ക് നമുക്ക് ഈ ശ്ലോകങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. കാളിന്തിയിലെ കളിവിളക്ക്, ഒരു ലീലാവതാര കഥ. നീലനിലാവിന്റെ ശോഭയുള്ള യമുന പ്രകൃതിയുടെ ഒരു കവിത പോലെ വൃന്ദാവനത്തിലൂടെ ഒഴുകുകയായിരുന്നു. വെള്ളിമണൽ തിട്ടുകളെ തഴുകി വനപുഷ്പങ്ങളുടെ സുഗന്ധം പേറി വരുന്ന കാറ്റിൽ നൃത്തമാടി കളിത്തഴപ്പുകളും ഹംസങ്ങളും നിറഞ്ഞ ആ പുണ്യ നദി ഒരു കാലത്ത് പ്രകൃതിയുടെ ജീവനാഡിയായിരുന്നു. തീരത്തെ തളിർമരങ്ങളും വള്ളിക്കുടിലും ആ ജല കണ്ണാടിയിൽ നോക്കി സ്വന്തം സൗന്ദര്യം ആസ്വദിച്ചിരുന്നു. എന്നാൽ പ്രകൃതിയുടെ ഈ ലാവണ്യത്തിന് മേൽ അഹങ്കാരത്തിന്റെ ഒരു കരിനിഴൽ വീണു. 1000 ഫണങ്ങളിൽ അഹങ്കാരത്തിന്റെ കരിവിഷം പേറുന്ന കാളിയൻ എന്ന സർപ്പരാജൻ കാളിന്തിയെ തന്റെ തടവറയാക്കി മാറ്റി അവൻ ശ്വസിക്കുമ്പോൾ പുറത്തു വരുന്ന വിഷജ്വാലയേറ്റ് യമുനയുടെ തെളിനീർ കറുത്തിരുണ്ടു. തീരത്തെ പച്ചപ്പുകൾ കരിഞ്ഞുണങ്ങി. ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികൾ പോലും ആ വിഷക്കാറ്റേറ്റ് ചത്തുവീണു. അമൃത് പോലെ ഒഴുകിയിരുന്ന ആ നദി ഒരു മരണച്ചുഴിയായി മാറിയ ആ കാലം. കാളിയൻ എങ്ങനെയാണ് ശാന്തസുന്ദരമായ കാളിന്തി നദിയിലെത്തിയത് എന്നതിന് പിന്നിൽ ഭയത്തിന്റെയും ഒരു ശാപത്തിന്റെയും കഥയുണ്ട്. ആ കഥ ഇങ്ങനെ സംഗ്രഹിക്കാം. രമണകദ്വീപും ഗരുഡനും. ആദ്യം സർപ്പങ്ങളുടെ ആവാസ കേന്ദ്രമായ രമണകദ്വീപിലായിരുന്നു കാളിയൻ വസിച്ചിരുന്നത്. സർപ്പങ്ങളുടെ ബദ്ധവൈരിയായ ഗരുഡൻ തങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ സർപ്പങ്ങൾ ഗരുഡന് ഓരോ മാസവും നിശ്ചിത വൃക്ഷച്ചുവട്ടിൽ നിവേദ്യങ്ങൾ, ഭക്ഷണം നൽകാറുണ്ടായിരുന്നു. എന്നാൽ അഹങ്കാരിയായ കാളിയന് ഗരുഡനെ ഭയപ്പെടാൻ കൂട്ടാക്കിയില്ല. മറ്റു സർപ്പങ്ങൾ ഗരുഡന് സമർപ്പിച്ച നിവേദ്യങ്ങൾ കാളിയൻ ബലമായി എടുത്ത് ഭക്ഷിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ് കോപിഷ്ഠനായ ഗരുഡൻ കാളിയനെ വധിക്കാനായി പാഞ്ഞെത്തി. ഗരുഡന്റെ ചിറകടിയേറ്റു തളർന്ന കാളിയൻ ജീവൻ രക്ഷിക്കാനായി ഒളിക്കാൻ ഒരിടം തേടി. സൗഭരിമുനിയുടെ ശാപം കാരണം ഗരുഡന് പ്രവേശമില്ലാത്ത ഏക ഇടമാണ് യമുന എന്നറിഞ്ഞ കാളിയൻ തന്റെ ജീവൻ രക്ഷിക്കാനായി അവിടെ അഭയം തേടി. പണ്ട് ഗരുഡൻ യമുനാ നദിയിൽ വന്ന് മീനുകളെ ഭക്ഷിക്കുമായിരുന്നു. ഒരിക്കൽ ഗരുഡൻ അവിടുത്തെ മീനുകളെ പിടിക്കുന്നത് കണ്ട ശൗഭരി എന്ന മുനി ഗരുഡനെ തടഞ്ഞു. എന്നാൽ വിശപ്പടക്കാൻ ഗരുഡൻ അതനുസരിച്ചില്ല. ഇതിൽ ക്രുദ്ധനായ മുനി ഗരുഡനെ ശപിച്ചു. ഇനി മേലാൽ ഗരുഡനെ കാളിന്തി നദിയിൽ പ്രവേശിച്ചാൽ മരണം സംഭവിക്കും. ഗരുഡന് കാളിന്തിയിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്ന ഈ രഹസ്യം കാളിയന് അറിയാമായിരുന്നു. ഗരുഡന്റെ മാരകമായ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാളിയൻ കാളിന്തിയിലെ ഒരു ആഴമേറിയ കയത്തിൽ വന്ന് അഭയം പ്രാപിച്ചു. ഗരുഡനെ പേടിച്ച് അവിടെ തന്നെ താമസമുറപ്പിച്ച കാളിയന്റെ വിഷമേറ്റാണ് പിന്നീട് ആ പുണ്യ നദി കറുത്തിരുണ്ടുപോയത്. ഒടുവിൽ ഗരുഡന് വരാൻ കഴിയാത്ത ആ താവളത്തിൽ നിന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കാളിയനെ പുറത്താക്കിയും യമുനയെ ശുദ്ധീകരിച്ചത്. ഒരു പ്രഭാതത്തിൽ നീലമേഘവർണ്ണനായ പീതാംബരധാരി
യമുനാ തീരത്തെത്തി സർവ്വജീവജാലങ്ങളുടെയും രക്ഷയ്ക്കായി അവതരിച്ച കൃഷ്ണൻ തീരത്തെ തളരാത്ത ഏക സാക്ഷിയായ ആ കടമ്പ് വൃക്ഷത്തിൽ വലിഞ്ഞു കയറി. മഹാമേരു പർവ്വതം സമുദ്രത്തിൽ പതിക്കുന്നത് പോലെ ഒരു കളിചിരിയോടെ ഭഗവാൻ ആ കരിവിഷ ചുഴിയിലേക്ക് എടുത്തു ചാടി. നദി ഇളകി മറിഞ്ഞു. തന്റെ സാമ്രാജ്യത്തിലേക്ക് അതിക്രമിച്ചു കയറിയ നീലക്കണ്ണനെ കണ്ട് കാളിയൻ ക്രുദ്ധനായി. അവൻ ഇത് കണ്ട് കോപിഷ്ഠനായ 1000 ഫണങ്ങളും വിടർത്തി ഭഗവാനെ ദംശിക്കുകയും അവിടുത്തെ ശരീരമാകെ ചുറ്റി വരിയുകയും ചെയ്തു. ഇത് കണ്ട് ഗോപപാലന്മാർ ബോധരഹിതരായി നിലംപതിച്ചു. യശോദയരും നന്ദഗോപരും പ്രാണവേദനയോടെ നദീതീരത്തേക്ക് ഓടിയെത്തി. തങ്ങളുടെ പ്രാണന്റെ സത്തയായ കൃഷ്ണൻ കാളിയന്റെ പിടുത്തത്തിൽ അമർന്നത് കണ്ട് ആ മാതാപിതാക്കൾ തകർന്നുപോയി. എന്നാൽ തന്റെ ഭക്തരുടെ വേദന കണ്ട് മനസ്സലിഞ്ഞ ഭഗവാൻ ഒരു ലീലയെന്നോണം തന്റെ ശരീരം വികസിപ്പിച്ചു. സർപ്പത്തിന് ആ പിടി വിടേണ്ടി വന്നു. പെട്ടെന്ന് കാളിയന്റെ പത്തികൾക്ക് മുകളിലേക്ക് ഭഗവാൻ ഒരു മിന്നൽ പിണർ പോലെ ചാടിക്കയറി. അവിടെ ദിവ്യമായ ആ താണ്ഡവം ആരംഭിച്ചു. സ്ഫുരതരഫണമണിഗണമയൂരഘഞ്ചിത പാദസരോജയുഗ. കാളിയന്റെ പത്തികളിലെ മരതകമണികൾ ഭഗവാന്റെ പാദങ്ങളിൽ ദീപാരാധന നടത്തുന്നത് പോലെ തോന്നിപ്പിച്ചു. ഓരോ തവണ അഹങ്കാരത്തോടെ പത്തി ഉയർത്തുമ്പോഴും ലോകനാഥന്റെ തൃക്കാൽ ആ ശീർഷങ്ങളിൽ ആഞ്ഞു പതിച്ചു. ആകാശത്തു നിന്ന് ദേവദുന്ദുഭികൾ മുഴങ്ങി. ഗന്ധർവന്മാർ പാടി. അത് കേവലം ഒരു യുദ്ധമായിരുന്നില്ല, മനുഷ്യ ഹൃദയത്തിലെ കാമക്രോധാദികളാകുന്ന വിഷത്തെ ചവിട്ടി മെതിക്കുന്ന പരമാത്മാവിന്റെ നൃത്തമായിരുന്നു. രക്തം ഛർദ്ദിച്ച് അഹങ്കാരം തകർന്ന കാളിയൻ തളർന്നു. ആ പാദസ്പർശമേൽക്കാൻ അഹല്യയ്ക്കും മഹാബലിക്കും യുഗങ്ങൾ കാത്തിരിക്കേണ്ടി വന്നുവെങ്കിൽ ഇതാ ഒരു സർപ്പത്തിന് ആ സൗഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ഭയചകിതരായ നാഗപത്നിമാർ ഓടിയെത്തി ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭഗവാനെ, അങ്ങയുടെ ക്രോധം പോലും ഒരു അനുഗ്രഹമാണ്. ഞങ്ങളുടെ ഭർത്താവിന്റെ പാപങ്ങൾ ഈ പാദസ്പർശത്താൽ കഴുകി കളയപ്പെട്ടിരിക്കുന്നു. ഒടുവിൽ മനസ്താപത്താൽ വിനീതനായ കാളിയനെ ഭഗവാൻ മോചിപ്പിച്ചു. ഇനി ഈ പുണ്യ നദിയെ നീ മലിനമാക്കരുത്. സകുടുംബം രമണകദ്വീപിലേക്ക് മടങ്ങുക എന്ന് ഭഗവാൻ കാളിയനോട് ആജ്ഞാപിച്ചു. ഭഗവാന്റെ പാദമുദ്രകൾ പതിഞ്ഞ ശിരസുമായി കാളിയന് പോകാം. കാളിയൻ കടന്നു പോയതോടെ യമുന വീണ്ടും നിർമ്മലമായി വിഷം മാറുകയും യമുന പഴയതുപോലെ സുന്ദരിയാവുകയും ചെയ്തു. കരിഞ്ഞുപോയ തീരങ്ങളിൽ വീണ്ടും വസന്തം വിരിഞ്ഞു. കാളിന്തിയിലെ ഓളങ്ങൾ കൃഷ്ണഗാഥ പാടി വീണ്ടും മന്ദമൊഴുകാൻ തുടങ്ങി. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനെ സ്തുതിച്ചുകൊണ്ട് രചിച്ച വിശ്വപ്രസിദ്ധമായ കൃതിയാണല്ലോ നാരായണീയം. അതിലെ അതിമനോഹരമായ 57-ാം ദശകത്തിലെ ഏതാനും ശ്ലോകങ്ങളും അതിലെ കഠിനമായ ചില പദങ്ങളുടെ അർത്ഥവും ലളിതമായി വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗുരുവായൂരപ്പ ശരണം. യമുനാ നദിയെ കാളിയന്റെ വിഷത്തിൽ നിന്നും മുക്തമാക്കുവാൻ ഭഗവാൻ നടത്തിയ കാളിയ മർദ്ദനം എന്ന ലീലയാണ് ഈ ദശകത്തിലെ ഇതിവൃത്തം. ബാലനായ കൃഷ്ണൻ കാളിയന്റെ ഫണങ്ങൾക്ക് മുകളിൽ നൃത്തം ചവിട്ടുന്ന ദൃശ്യം ഭട്ടതിരിപ്പാട് അത്യന്തം മനോഹരമായി ഈ വരികളിൽ വർണ്ണിക്കുന്നുണ്ട്. അഥവാരിണിഘോരതരം ഫണിനം പ്രതിവാരയിതും കൃതധീർഭഗവൻ ദ്രുതമാരിതീരഗനീപതരും വിഷമാരുതശോഷിത പർണചയം. വാരിണി വെള്ളത്തിൽ, അതായത് യമുനാ നദിയിൽ, കൃതധീ നിശ്ചയിച്ച ബുദ്ധിയോടുകൂടിയ ഉറച്ച തീരുമാനത്തോടുകൂടിയ, നീപതരും കടമ്പ് വൃക്ഷം, നീപവൃക്ഷം, അധിരുഹ്യപദാംബുരുഹേന ചതം നവപല്ലവതുല്യമനോജ്ഞരുച ഹൃദവാരിണി ദൂരതരം നൃപത പരിഘൂർണിതഘോരതരംഗഗണേ. പദാംബുരുഹേന, താമരപ്പൂ പോലുള്ള പാദങ്ങളാൽ, മനോജ്ഞരുച, മനോഹരമായ കാന്തിയോടുകൂടിയ,
പരിപൂർണിത ചുഴിഞ്ഞു മറിയുന്ന, അതായത് നദിയിലെ വെള്ളം വട്ടം കറങ്ങുന്ന. ഭുവനത്രയഭാരഭൃതോ ഭവതോ ഗുരുഭാരവികമ്പി വിജൃംഭിജലാ പരിമജ്ജയതി സ്മധനോ ശതകം തടിനീ ധടിതി സ്ഫുടഘോഷവതി. 3 ലോകങ്ങളുടെയും ഭാരം വഹിക്കുന്നവനായ ഭഗവാൻ ഭുവനത്രയ ഭാരഭൃത വിജൃംഭിജല ഉയർന്നു പൊങ്ങിയ വെള്ളത്തോടു കൂടിയ തടിനീ നദി, ഇവിടെ യമുനാ നദി. അതദിക്ഷുവിദിക്ഷു പരിക്ഷുഭിത ഭ്രമിതോദരവാരിനിനാദഭരേ ഉദഗാദുദഗാദുരഗാദിപതി ത്വതുപാന്തമശാന്തരുഷാന്തമനാ. വിദിക്ഷു മൂലകളിൽ, ദിശകൾക്കിടയിലുള്ള കോണുകളിൽ, ഉദഗാദ് പുറപ്പെട്ടു, പുറത്തു വന്നു, അശാന്തരുഷ ശമിക്കാത്ത കോപത്തോടുകൂടി, ഫണശൃംഗ സഹസ്രവിനിസമര ജ്വലതഗ്നികണോഗ്രവിഷാംബുധരം പുരതസ്ഫണിനം സമലോകയഥ ബഹുശൃംഗിനമഞ്ജനശൈലമിവ. ഫണശൃംഗ ഭക്തികളാകുന്ന കൊടുമുടികൾ, അഞ്ജനശൈലം കരിമഷിക്കുന്ന്, അഞ്ജന പർവ്വതം, വിനിശ്രമര പുറത്തേക്ക് പ്രവഹിക്കുന്ന, ജ്വലത ക്ഷിപരിക്ഷരദുഗ്രവിശ്വസനൂക്ഷ്മഭര സമഹാഭുജഗ പരിദശ്യ ഭവന്ത്രമനന്തഫലം സമവേഷ്ടയത സ്ഫുടചേഷ്ടമഹോ. ശ്വസനോഷ്മഭര ശ്വാസത്തിന്റെ അമിതമായ ചൂട്, മഹാഭുജക വലിയ പാമ്പ്, അതായത് കാളിയൻ, സമവേഷ്ടയ ചുറ്റിവരിഞ്ഞു, അവിലോക്യ ഭവന്തമഥാകുലിതേ തടഗാമിനി ബാലകധേനുഗണേ വ്രജഗേഹതലേപ്യനിമിത്തശതം സമുദീക്ഷ്യ ഗതാ യമുനാം പശുപാ. ആകുലിതേ പരിഭ്രമിച്ച ദുഃഖിതരായ, അനുമിത്തശതം നൂറുകണക്കിന് ദുർനിമിത്തങ്ങൾ, പശുപാ ഗോപന്മാർ, പശുക്കളെ പാലിക്കുന്നവർ, അഖിലേഷു വിഭോ ഭവതീയദശ ചാമവലോക്യ ജിഹാസുഷു ജീവഭരം ഫണിബന്ധനമാശു വിമുച്യ ജഗദാതുദഗമ്യതഹാസജുഷാ ഭവതാ. ജിഹാസുഷു ഉപേക്ഷിക്കാൻ ഇച്ഛിക്കുന്നവരായി, അതായത് പ്രാണം വെടിയാൻ തയ്യാറായവർ, ജീവഭരം ജീവനാകുന്ന ഭാരത്തെ, ഹാസജുഷ പുഞ്ചിരി തൂകുന്നവനായിക്കൊണ്ട്, അധിരുഹ്യതത ഫണിരാജപണാനൃതേ ഭവതാ മൃദുപാദരുച കലശിഞ്ചിതനൂപുരമഞ്ജുമില കരകങ്കണ സംകുല സംക്വണിതം. നാഗരാജാവായ കാളിയന്റെ പത്തികളെ കളശിഞ്ചിത മധുരമായ ഉച്ചയുണ്ടാക്കുന്ന നൂപുര ചിലമ്പ്. ദശകം ശ്ലോകം 10. ജഹൃഷു പശുപാ തുതുഷൂർമുനയോ വവൃഷു കുസുമാനി സുരേന്ദ്രഗണ ത്വയി നൃത്യതിമാരുതഗേഹപതേ പരിപാഹി സമാം ത്വമദാന്തഗതാത്. വളരെയധികം സന്തോഷിച്ചു. ജഹൃഷു വളരെയധികം സന്തോഷിച്ചു. വവൃഷു വർഷിച്ചു, ചൊരിഞ്ഞു. അദാന്തഗതാ ശമിക്കാത്ത രോഗത്തിൽ നിന്ന്, അടക്കാനാവാത്ത കഷ്ടതകളിൽ നിന്ന്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇതുവരെ നമ്മൾ കേട്ടത് ഭഗവാൻ ശ്രീകൃഷ്ണൻ കാളിയന്റെ അഹങ്കാരം ശമിപ്പിച്ച് അവന്റെ പത്തികൾക്ക് മുകളിൽ താണ്ഡവമാടിയ അതിമനോഹരമായ വർണ്ണനകളാണ്. ഈ ദശകത്തിന്റെ അവസാനത്തിൽ, അതായത് 10ാം ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് ഭഗവാനോട് നടത്തുന്ന പ്രാർത്ഥന ഏറെ ശ്രദ്ധേയമാണ്. കാളിയന്റെ മസ്തകത്തിൽ നിന്ന് നൃത്തം ചെയ്ത ആ പാദകമലങ്ങൾ
തന്റെ ഹൃദയത്തിലും പതിപ്പിക്കണമേ എന്നാണ് അദ്ദേഹം അപേക്ഷിക്കുന്നത്. പരിപാഹി സമാം ത്വമദാന്തഗതാത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ദശകം അവസാനിപ്പിച്ചത്. അടക്കാനാവാത്ത എന്റെ ഈ രോഗപീഠകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ ഗുരുവായൂരപ്പ എന്ന ഭട്ടതിരിപ്പാടിന്റെ ആതുരമായ വിളി ഓരോ ഭക്തന്റെയും പ്രാർത്ഥനയായി ഇവിടെ മാറുകയാണ്. കാളിയന്റെ വിഷം ഒഴിപ്പിച്ച യമുനയെ ശുദ്ധീകരിച്ച പോലെ നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങളെയും രോഗങ്ങളെയും ഭഗവാൻ തുടച്ചു നീക്കട്ടെ എന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ ഈ അവതരണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.